ഹലോ, നമുക്കിന്നൊരു വെറൈറ്റി തോരനായാലോ. നല്ലൊരു ചേനപ്പൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൊണ്ട് നമുക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കാം. അപ്പോൾ ചേനപ്പൂവ് നന്നായിട്ട് അടർത്തിയെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ച് മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു 3-4 പച്ചമുളക്, ഒരു സവാള, ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അല്പം കറിവേപ്പില, പിന്നെ അരമുറി തേങ്ങ ചിരവിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതുണ്ടോ, ചേനപ്പൂവ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം അല്പം കറിവേപ്പില ഇടുക. പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് പച്ചമുളക് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് വഴന്നതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള സവാള കൂടി നമുക്ക് അതിലേക്ക് ചേർക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ടീസ്പൂൺ ചതച്ച വറ്റൽമുളക് കൂടെ ഇതിലേക്ക് ചേർക്കുക. ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ ചിരകിയെടുത്ത തേങ്ങ ചേർത്ത് വീണ്ടും വഴറ്റുക കേട്ടോ. തേങ്ങ ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ചേനപ്പൂവ് അതിലേക്ക് ചേർത്തി വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയം നമുക്കതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്പം വെള്ളം കൂടെ ചേർത്തിട്ട്, വളരെ കുറച്ച് വെള്ളം മതി കേട്ടോ, ചേർത്തിട്ട് അത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചേനപ്പൂവ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.